ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കിച്ചു സ്റ്റോക്സിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അതും ഫുഡ് വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വ്ളോഗാണ്, അപ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് വ്ളോഗ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാച്ചോറും ചിക്കനും പെരട്ടുമാണ്. ഓക്കെ, നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വ്ളോഗിനുള്ള വീഡിയോ കിട്ടിയിട്ടില്ല. അത് ചേച്ചി ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാനാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായി ആദ്യം വഴറ്റി അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് അതും പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഒരു ചട്ടിയിൽ നമ്മൾ മസാലപ്പൊടികൾ, അതായത് നമ്മളിവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഗരം മസാല, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഓൾറെഡി നേരത്തെ തന്നെ ചിക്കനും കൂർക്കയും കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ആവശ്യത്തിന് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു പച്ചമണം മാറണവരെ നന്നായി വഴറ്റി ഒന്ന് ഒരു സ്മെല്ല് വരുമല്ലോ, നമ്മൾ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാണ്. അതിനിടയ്ക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം ജസ്റ്റ് ഫുഡിനൊപ്പം കഴിക്കാനായിട്ട് നമ്മുടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ പച്ചമണമൊക്കെ മാറി മസാല ഒന്നൊരു കൂട്ട് സെറ്റായപ്പം നമ്മളതിലേക്ക് കൂർക്കയും ചിക്കനും ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഇടുക. കാരണം വെച്ചാൽ നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കിയത് വറ്റിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിലുള്ള വെള്ളങ്ങളൊന്നും കളയേണ്ട, അതൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിലൊഴിച്ച് നമ്മൾ നന്നായിട്ട് വഴറ്റുകയാണ്. അത് മാക്സിമം എത്രത്തോളം നമുക്ക് കുറച്ച് അധികം നേരം നോർമലി ചിക്കൻ ഇതൊക്കെ വെക്കുന്നേക്കാളും വരട്ടി അതിൻ്റെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ടേസ്റ്റ് കിട്ടുന്നവരെ ഇളക്കുക. കുറച്ചധികം നേരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മളത് ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ചിലവർക്ക് നാളികേരക്കൊത്ത് കഴിക്കാൻ ഇഷ്ടം, നമ്മൾ ബീഫിൻ്റെ കൂടെ കഴിക്കുന്ന പോലെ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന്, അത് എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു പ്രിപ്പറേഷനാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതിട്ടതാണ്. അപ്പോൾ നാളികേരക്കൊത്ത് അത്യാവശ്യം കട്ട് ചെയ്തിട്ട് നന്നായിട്ട്, അപ്പോഴേക്കും ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു അരമുറി തേങ്ങയുടെ കുറച്ച് ഭാഗം നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് നമ്മളതിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിലെ വെള്ളമൊക്കെ വറ്റി നമ്മൾ ഈ കൊള്ളിയും ബീഫും കൊള്ളിയും ചിക്കനൊക്കെ ഉള്ള ആ ഒരു പരുവം പോലെ അങ്ങനെ ആയാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ അത്യാവശ്യം അത് മാറാണ്ട് അടി പിടിക്കാണ്ട് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. വെള്ളം കംപ്ലീറ്റ് അത് വറ്റിച്ച് അത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല സീനറി ആട്ടോ, പുറത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. കുക്ക് ചെയ്യുമ്പോൾ പുറത്ത് പോയി നോക്കാൻ നല്ല രസമാണ്. അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ പാകമായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം, നമുക്കൊരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് കാണിച്ചു തരികയാണ്. ഇത് ഈ ഒരു പരുവാവണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ചേച്ചിയുടെ മോനും ഞാനും പിന്നെ ഏകദേശം വ്ളോഗിൻ്റെ പ്രാന്തുള്ള കാരണം കുക്ക് ചെയ്യുമ്പോൾ എവിടെ ക്യാമറ ഉണ്ടോ ഞങ്ങളവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഞങ്ങളവിടെ ഉണ്ട്. പിന്നെ സത്യം പറയാച്ച ചേച്ചിയാണ് ഇത് ഉണ്ടാക്കിയത്. ഞങ്ങൾ ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ കൈ കടത്താൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ട്, ചിക്കനും കൂർക്കയായിട്ടുള്ള പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം നല്ല തേങ്ങാച്ചോറും കൂടി കടിച്ച സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഫസ്റ്റത്തെ വ്ളോഗാണ്, തെറ്റുകുറ്റങ്ങളുണ്ടാവും, കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.